എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു 3 years ബാക്ക്. അതിൻ്റെ ബേസിൽ എനിക്ക് എൻ്റെ കയ്യിലെ എല്ലും പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു എന്തോ കാലിന് എന്തോ ചെറിയ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ ബ്ലോക്ക് കളയാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പോൾ ചെയ്തപ്പം എന്ന് വെച്ചാൽ അത് വലിയൊരു റൗണ്ടിൽ അവർ സ്കിന്നും ഫ്ലഷും എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്ലഷൊക്കെ വേഗം വന്നു, പക്ഷേ ആ സ്കിന്ന് വന്ന് മൂടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ വൂണ്ട് ക്ലിയർ ആവാണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആക്ച്വലി അനു വന്നത് നമ്മുടെ ആഡ് കണ്ട് കോള് വെച്ചിട്ടാണ്, അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് വന്നത്. അപ്പം ആളൊരു ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ആയിരുന്നു. അപ്പം ഒരു ആക്സിഡൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ 2 പ്രാവശ്യം സർജറി ചെയ്യേണ്ടി വന്നു. സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു. ഫസ്റ്റ് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അത് പിന്നെയും പൊട്ടിയിട്ട് ആ വൂണ്ട് ഓപ്പൺ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അനുവിന് ആ ഒരു ആക്സിഡൻറ്റിൽ കാഫിൻ്റെ ആ ഒരു ഭാഗത്ത് രക്തം കട്ട പിടിക്കായിരുന്നു, ക്ലോട്ട് ആവുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ആദ്യം സർജറി ചെയ്തു, ആ ഫ്ലഷ് എടുത്ത് മാറ്റുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് പിന്നീട് ഒന്നും കൂടി ഒരു സർജറി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം ആൾക്ക് ആ ഒരു ഭാഗത്തെ മുറിവ് വെള്ളമൊക്കെ ഒലിച്ച് തുടങ്ങി. അതുപോലെ മുറിവ് ഉണങ്ങുന്നില്ല, ചുറ്റും ബ്ലാക്ക് ഡിസ്കളറേഷനിലേക്ക് മാറി. അതുപോലെ ആ ഒരു ഭാഗത്ത് സ്മെല്ല്, ഇൻഫെക്ഷനൊക്കെ വന്ന് തുടങ്ങിയ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മെഡിസിൻസ് അങ്ങനെ എടുക്കാത്തൊരു കൂട്ടത്തിലായിരുന്നു. അപ്പം അതിന് അല്ലാതെ എങ്ങനെ മാറുമെന്ന് ഇങ്ങനെയുള്ള ഒരു കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടതും. ഞാൻ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ആ വൂണ്ട് ക്ലിയർ ആവും. എപ്പോഴും അങ്ങനെയായിരുന്നു, ക്ലിയർ ആവും. പക്ഷേ എൻ്റെ വർക്കിൻ്റെ ബേസിൽ ഞാൻ കുറേ നിൽക്കും, ഇങ്ങനെയൊക്കെ വരുമ്പം അവിടെ ചെറുതായിട്ട് പൊട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പൊട്ടുകയും പിന്നെയും വൂണ്ട് ക്ലിയർ ആവും, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ്ലി അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഇതിനെപ്പറ്റി അറിഞ്ഞതും. അപ്പോൾ അങ്ങനെ വന്നു. ആ ഒരു മുറിവ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം അപ്പോഴാണ് നമ്മൾ മനസ്സിലായത് ആ മുറിവിൻ്റെ എത്രത്തോളം സിവിയർ ആയിരുന്നു എന്നുള്ളത്. അപ്പം ആ ഒരു മുറിവ് കണ്ടതിന് ശേഷം അതൊരു ഉണങ്ങാൻ, ഷുഗറിൻ്റെ ഒന്നും ഹിസ്റ്ററി ഇല്ലാത്തൊരു കേസായിരുന്നു അത്. അപ്പോൾ സാധാരണ നമുക്ക് ഷുഗറൊക്കെ ഉള്ള കേസ് കുറച്ചും കൂടെ മുറിവ് ഉണങ്ങാനും അല്ലെങ്കിൽ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ ഈ പേഷ്യൻറ്റിന് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു ബുദ്ധിമുട്ട് ആ ഒരു അത്രയും നല്ല സിവിയറായിട്ട് കണ്ടുകൊണ്ട് നമ്മളൊരു 30 സെഷനെങ്കിലും വേണം എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാനിങ് ഉണ്ടായിരുന്നത്. അപ്പം HBOT മാത്രമല്ല, ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പിയുടെ കൂട്ടത്തിൽ എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് തെറാപ്പി എന്ന് പറഞ്ഞ് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റും കൂടെ കോമ്പിനേഷനിൽ പോകാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരു 30 സെഷനെങ്കിലും വേണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞത്. വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൽ കയറിയിരിക്കും, നമുക്കൊരു ഓക്സിജൻ തരും, ഇയർ ഒന്ന് ബാലൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇയർ ബഡ്സും തരും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതിൽ കയറ്റും, അടയ്ക്കും. അത് കഴിഞ്ഞിട്ട് 1 hour അതിനകത്ത് നമ്മൾ കിടക്കുകയോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 1 hour ചെയ്ത് പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല, ജസ്റ്റ് അതിൽ കിടക്കുക. 1 hour ശേഷം പ്രഷർ റിലീസ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് എടുക്കും. ഈ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ 100% ഓഫ് ഓക്സിജൻ 1.5 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ പോകുമ്പോൾ ഉള്ള പ്രഷർ വേരിയേഷനാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ക്ലോസ്ഡ് ചേമ്പറിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പം ആ ടൈമിൽ നമ്മൾ എന്ത് ഗ്യാസ് ആണോ നമ്മൾ എടുക്കുന്നത് അത് ഡിസോൾവ് ആയി പോകാൻ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ ഡിസോൾവ് ആകും. അപ്പോൾ നമ്മൾ 100% ഓഫ് ഓക്സിജൻ കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ശരീരത്തിൽ ഡിസോൾവ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഓൾ ഓവർ ദ ബോഡി നമ്മൾ ഓക്സിജൻ ബ്രീത്ത് ചെയ്യുക, ഒരു മാസ്ക് കൊടുക്കും, നമ്മൾ അതിൽ നിന്ന് നമ്മൾ ബ്രീത്ത് ചെയ്യുമായിരിക്കും. നമ്മൾ ഓൾ ഓവർ നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ ഓക്സിജൻ സപ്ലൈ കൂടും, ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പം നമുക്ക് മുറിവുള്ള ഭാഗത്ത് നീർക്കെട്ട് വലിയാനും ആ ഭാഗത്ത് ബ്ലഡ് സർക്കുലേഷൻ കുറച്ചും കൂടെ പ്രോപ്പർ ആവാനും സഹായിക്കും. അപ്പം ഈ ഓക്സിജൻ തെറാപ്പിയുടെ കൂട്ടത്തിൽ നമ്മൾ ESWT എന്ന് പറഞ്ഞുള്ള അഡ്വാൻസ് മൊഡാലിറ്റിയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ESWT എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മുറിവിൻ്റെ ആ ചുറ്റുമുള്ള ഭാഗത്ത് പെട്ടെന്ന് നീർക്കെട്ടിനെ വലിക്കാനും ആ ഭാഗത്ത് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കാനായിട്ടും സഹായിക്കും. അപ്പം ഓക്സിജൻ്റെ ആ ഒരു ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റും ESWTയുടെ എഫക്റ്റും കൂടെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങാനായിട്ട് സഹായിക്കും. ഇത് ചെയ്ത് തുടങ്ങി ഓരോ ആഴ്ച വീക്ക് കഴിയുന്തോറും അത് വൂണ്ട് ഇങ്ങനെ കവറായി വരുന്ന നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പം ജസ്റ്റ് അങ്ങനെ ഞാനിങ്ങനെ പിക്ചേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരമാണ് നമുക്ക് പെട്ടെന്ന് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത്. അങ്ങനെ ആയിരുന്നു. അപ്പോൾ പിന്നെ അതങ്ങ് മൂടി, ഇപ്പോൾ കുഴപ്പമില്ല, ഓക്കെ ആയിട്ടിരിക്കണം. അനുവിൻ്റെ കാര്യത്തിൽ നമുക്ക്
ഓരോ നമ്മൾ 5 days ഒക്കെ കൂടുമ്പോൾ വൂണ്ട് ഇങ്ങനെ നമ്മൾ എക്സാമിനേഷൻ നടത്തുന്നുണ്ടായിരുന്നു. ഒരു 5 sessions കഴിഞ്ഞ് കഴിഞ്ഞപ്പം പേഷ്യൻ്റെ മുറിവിൻ്റെ ആ ഒരു ഡയമീറ്ററും കാര്യങ്ങളൊക്കെ പതുക്കെ കുറഞ്ഞു വന്നു. പിന്നെ പതുക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ മേലെ ഒരു ലെയർ വന്നു തുടങ്ങി. അങ്ങനെ പതുക്കെ ആ വൂണ്ട് ക്ലോസ് ആവുമായിരുന്നു ചെയ്തത്. അപ്പം ആ കൂട്ടത്തിൽ തന്നെ നീർക്കെട്ട് കാലിലേക്കൊക്കെ അവിടെ നീര് വന്ന് കണങ്കാലിലേക്കൊക്കെ നീരിറങ്ങി വന്നായിരുന്നു. അപ്പോൾ ആ നീരൊക്കെ വലിഞ്ഞു. ആളിപ്പം നല്ല ഹാപ്പിയാണ്. ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം നല്ല സപ്പോർട്ടീവാണ്, നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അവിടെ നല്ല വന്ന് നമ്മളോടൊന്ന് പെരുമാറുന്ന രീതി, ആ സ്മൈൽ വന്നാൽ തന്നെ നമുക്കൊക്കെ ഹാപ്പിയാണല്ലോ. കുറച്ച് നാൾ ഞാൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം കുറച്ച് നാൾ കണ്ടിന്യൂസ് ചെയ്തപ്പോൾ വേഗം തന്നെ വൂണ്ട് ക്ലിയറായി. വന്ന പേഷ്യൻസ് ഇപ്പം അനു മാത്രമല്ല, പല പേഷ്യൻസും ഒരു ഹോപ്പില്ലാതെയൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. ഇപ്പം നേരത്തെ ഒരു പേഷ്യൻറ്റ്, നമുക്ക് ഗഫൂർ എന്ന് പറഞ്ഞൊരു പേഷ്യൻറ്റ്, അതിലും പറയുന്നുണ്ടായിരുന്നു, പേഷ്യൻറ്റ് വന്നപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ മുറിവ് ഉണങ്ങി പതുക്കെ ആ ഒരു മുറിവ് കുറഞ്ഞു തുടങ്ങുമ്പോൾ പേഷ്യൻസിന് പ്രതീക്ഷ വന്നു തുടങ്ങും. അപ്പോൾ അവരുടെ മുഖം പതുക്കെ തെളിയാൻ തുടങ്ങും. ആൻഡ് അവരൊരു ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം അവരുടെ മുഖത്തൊരു സന്തോഷമുണ്ട്. അപ്പോൾ അത് തന്നെ കാണുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പിയാണ്. റിയലി ഹാപ്പിയാണ്. ഇപ്പോൾ എന്തായാലും മാറുമെന്ന്, വേറെ ഇതൊന്നും ഇല്ലാതെ തന്നെ മാറുമെന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി അല്ലെങ്കിൽ HBOT ട്രീറ്റ്മെൻറ്റ് നമുക്ക് മാന ഹെൽത്തിൻ്റെ രാജഗിരി ബ്രാഞ്ചിൽ അവൈലബിൾ ആണ്. ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.